വെൽക്കം ബാക്ക് ടു HR ടോക്സ് ബൈ അമേരിക്കൻ മലയാളി. ഞാൻ ചാറ്റ് GPT കുറേ അഡ്വാൻറ്റേജ് പറഞ്ഞ് കുറേ വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ചാറ്റ് GPTക്ക് ഈ അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ അതിന് കുറേ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോ ഐ തോട്ട് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സോ നമ്മൾ അതും കൂടെയും നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻ ഓർഡർ ടു നമ്മൾ അതൊരു പ്രോപ്പർ വേ യൂസ് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ ഈ മെയിൻ ഡിസഡ്വാൻറ്റേജ് അല്ലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ ചാറ്റ് GPT 2021 വരെയുള്ള ഇൻഫർമേഷൻസേ മാനുവലായിട്ട് അവർ അതിൻ്റെ ഫീഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഫീഡ് ചെയ്യാതെ ഗൂഗിളിലും അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിനിലുമുള്ള കുറേ ഇൻഫർമേഷൻസ് ഈ ചാറ്റ് GPTക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ റിയൽ ടൈം ഇൻഫർമേഷൻസ് അല്ല അവർ ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മറിച്ച് ഈ 2021 വരെ ഉള്ളതും ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതും അങ്ങനത്തെ ഉള്ള ഇൻഫർമേഷൻസ് ആണ് കൂടുതലും നമുക്ക് തരുന്നത്. പിന്നെ ഇവർക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു കാര്യം പറയും, ഇപ്പം നമ്മുടെ കമ്പനിക്ക് ഒരു കൾച്ചർ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ എല്ലാ എംപ്ലോയീസിനോടും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ലി ഇമെയിൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇമെയിൽസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യത്തേ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് ഒന്നും മനസ്സിലാകത്തില്ല. അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ, അപ്പോൾ ഇമോഷണൽസ് ഒന്നും മനസ്സിലാകത്തില്ല. അതുപോലെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പം ഒരാളോടൊരു കാര്യം പറയുമ്പോഴത്തേനും ഒരു 5 ആൾക്കാരുണ്ട് 5 രീതിയിൽ എടുക്കുന്ന പോലെ. അപ്പോൾ അതിലൊരാളായിട്ട് അവരത് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല. പിന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇതിൽ നോക്കുമ്പോഴത്തേനും സെക്യൂരിറ്റി അത്ര ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒരിക്കലും അവർ തന്നെ പറയുന്നുണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻസ് നിങ്ങൾ കഴിയുന്നതും ഞങ്ങൾക്ക് തരരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടരുത്, പ്രൈവസി റീസൺസ് ഉണ്ടാകുമ്പം അത് പ്രൈവസി റീസൺസ് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസസും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചാൽ അവർ അതിന് ആൻസർ പറഞ്ഞ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞ് അവർ നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് തരും. പക്ഷേ ഒത്തിരി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഒത്തിരി പോയിന്റ്സ് അതിൻ്റെ അകത്ത് കാണത്തില്ല. സിംപ്ലിഫൈ ചെയ്യുമെന്നുള്ള ഒരു യൂസ് മാത്രമേ അതിൻ്റെ അകത്ത് കാണത്തുള്ളൂ. പിന്നെ വേറെ ഇത് പറയുവാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഇപ്പം ഇൻ ജനറൽ നമ്മൾ ഈ ചാറ്റ് GPT ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കുറേ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ കുറേ റിസർച്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം റിസർച്ച് ചെയ്തിട്ടാണ് ഒരു റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചാറ്റ് GPT ഉള്ളതുകൊണ്ട് എല്ലാവരും ഡയറക്റ്റ് പോകുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ ഒന്നും യൂസ് ചെയ്തില്ല. കാരണം ഡയറക്റ്റ് ചാറ്റ് GPT പറയുന്നു, അവർ നമുക്ക് ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ ഉപകാരം. ഇപ്പോൾ ഈ സ്റ്റുഡൻസ് തന്നെയാണെങ്കിലും പല കാര്യത്തിലും ഇവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇപ്പം പല കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ കുറേ റീഡ് ചെയ്യുമ്പോഴത്തേനും അത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, അത്രയും നോളേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതൊന്നുമില്ലാതെ ഡയറക്റ്റ് നമ്മളെ ലാസ്റ്റ് ആൻസറിലോട്ട് കൊണ്ടുപോകും. ഇപ്പം 2+2 4. ഈ 4 എങ്ങനെയാ അത് അറിയത്തില്ലാത്ത കറക്റ്റ് 4 എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും തിങ്ക് ചെയ്യുന്നില്ല. അതല്ലാതെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആൻസർ, ആ ആൻസർ നമ്മൾ എങ്ങനെ ക്ലാരിഫൈ ചെയ്യുന്നു, എങ്ങനെ ഒത്തിരി റീഡ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേനും നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുമ്പോഴത്തേനും ഓഫ് കോഴ്സ് നമ്മൾ ഒത്തിരി തിങ്ക് ചെയ്യാതെ ഇരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓവർ സപ്പോർട്ട് ചെയ്യുവാണേ. നമ്മൾ ഓവർ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഒത്തിരി കുറയുന്നുണ്ട്. അതുപോലെ ഈ കുറേ എല്ലാത്തിനും ചാറ്റ് GPT നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുറേ കണ്ടന്റുകൾ അവർക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻസ് ആണുള്ളത്. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊന്നും അവർ നമുക്ക് തരത്തില്ല. ഇപ്പം ഈ ചാറ്റ് GPTക്ക് തന്നെ അവരുടെ തന്നെ വില്ലനായിട്ട് GPT-നെ ആക്സസ് ചെയ്യുന്ന, അല്ലെ GPT യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന ഒത്തിരി സോഫ്റ്റ്വെയർ വേറെ വന്നിട്ടുണ്ട്. ഇപ്പം GPT യൂസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പം ഇവിടുത്തെ ന്യൂയോർക്ക് ഇപ്പം കുറേ കോളേജുകൾ GPT ട്രാക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ GPT യൂസ് ചെയ്തതാണെങ്കിൽ അവർ നമ്മൾ കറക്റ്റ് ട്രാക്ക് ചെയ്യും. ഈ GPT യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു എസ്സേ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്താൽ അവർ ഇതിൻ്റെ അത് പറയും GPT യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 2% ഉള്ളൂ, 3% ഉള്ളെന്ന്. GPT ഫൈൻഡർ അവർ പ്രധാനമായിട്ടും കോളേജുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ 100% GPT ആൻസർ ആണോ നോക്കാനാണ്. അപ്പോഴാണ് ഒരു പ്രോബ്ലം അതിലോട്ട് വരുന്നത്. അപ്പം അഡ്വാൻറ്റേജിനൊപ്പം തന്നെ ഞാൻ പറയും ഒരു ടോട്ടൽ ഡിസഡ്വാൻറ്റേജുമാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് നമ്മളൊരു സിംപ്ലിഫൈ ചെയ്യാൻ ഒരു ട്രിപ്പ് പ്ലാനിങ് അല്ലെങ്കിൽ അങ്ങനത്തേനൊക്കെ നമുക്ക് തരുന്നത് നമുക്ക് നല്ലതാണ്. ഈവൻ ട്രിപ്പ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ മാനുവലി നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്ലേസിൽ നമ്മൾ പോകാൻ ഇങ്ങനെ പ്ലേസിൻ്റെ കുറേ വീഡിയോസ് കാണും, അത് ചൈൽഡ് ഫ്രണ്ട്ലി ആണോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ബേസിക്കലി ആ പ്ലേസിൻ്റെ ഒട്ടുമിക്ക ഇൻഫർമേഷൻസ് നമ്മൾ അതിന് മുമ്പേ കളക്ട് ചെയ്യും, നമ്മൾ തന്നെ റീഡ് ചെയ്യുവാണെങ്കിൽ.
ChatGPT പറയുമ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് ആ പ്ലേസ് എടുത്ത് അങ്ങ് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപക്ഷെ ആ പ്ലേസ് നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം. നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഫുൾ ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആ പ്ലേസ് ഓൾമോസ്റ്റ് കണ്ടും കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഡയറക്റ്റ് കാണാൻ പോകുന്ന പോലെയാണ്. അപ്പം ഐ തിങ്ക് ഇത് അഡ്വാൻറ്റേജിനൊപ്പം തന്നെ കുറേ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ യൂസ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. ഇത് ഒത്തിരി ഗുണങ്ങളും ചെയ്യുന്നുണ്ട്. ഹോപ്പ് ദിസ് ഹെൽപ്പ്.